അല്ല മമ്മി, ഞാൻ എന്നോട് ഷൈൻ പറഞ്ഞൊരു കാര്യത്തിലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ ഷൈൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു. അത് കേട്ടുമ്പോൾ എനിക്കും ഭയങ്കര വിഷമം തോന്നിയ ഒരാളാണ്. ഞാനും ഒരു പേരൻ്റാണ്, അല്ല എനിക്ക് 2 മക്കളുണ്ട്. അപ്പം നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഷൈൻ എന്നോട് ആ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ ഷൈനെ കാണുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, അത് എനിക്ക് ഭയങ്കര ആഴത്തിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ ആ ഷൈൻ പറഞ്ഞ ആ മാറ്റമാണ് ഞാൻ കുറേ നാളുകൾക്ക് ഷൈനെ ഇന്ന് കാണുന്നത്. ഡബിങ് സ്റ്റുഡിയോയിൽ വന്ന് കാണും, നമുക്കിങ്ങനെ ഇരിക്കാൻ തോന്നും. അത് മമ്മി എന്നൊരു വ്യക്തി അപ്പുറത്തേക്ക് സ്വന്തം പെറ്റമ്മയാണ്. ആ എന്നോട് പറഞ്ഞ വാക്ക് മമ്മിക്ക് എന്തുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഷൈൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. മൈക്ക് കറക്റ്റാണോ? സന്തോഷമുണ്ട്, അതുപോലെ തന്നെ അഭിമാനമുണ്ട്. ഇതുവരെയും അതുപോലെ തന്നെയായിരുന്നു. എന്നാലും സ്വല്പം ഒരു വ്യത്യാസങ്ങൾ ഇടയ്ക്ക് അവൻ്റെ സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ടും 99% അവൻ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇനി 1% കൂടി ആയ ലൂസിയുടെ അവസ്ഥയാവും. ഏത് ലൂസി മനസ്സിലായോ? ലൂസി പടം 99% പിന്നെ കാണൂല. അല്ല, അത് ശരിയാണ്. ഡാഡി എനിക്കറിയാം. ഡാഡിയെ സംബന്ധിച്ചോളം ഷൈൻ്റെ കൂടെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൈൻ്റെ കൂടെ നടക്കുന്നത് ഷൈൻ്റെ മാനേജറായതിന് ശേഷമാണ്. ഡാഡി ആയിട്ടല്ല ഞാൻ അവൻ്റെ കൂടെ നടക്കുന്നത്, അവൻ്റെ മാനേജറായിട്ടാണ് കൂടെ നടക്കുന്നത്. ഡാഡി മമ്മിയായിട്ട് നടക്കുന്നത് ഇപ്പോഴാണ്. അതിന് മുമ്പ് ഇങ്ങനെ നടന്നിരുന്നത് മാനേജറായിട്ടാണ്. ഇപ്പോഴാണ് ഡാഡി മമ്മിയായിട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും വാക്കാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഡാഡി മാനേജർ ഇവിടെ ജോക്കുട്ടൻ എന്താ പറയുന്നത്? ഇപ്പൊ മാനേജർ ആരപ്പോ? ഇപ്പൊ ജോക്കുട്ടൻ ഞാനൊന്നല്ല. അതെ. അല്ല, ഞാൻ പറഞ്ഞതാണ്. അല്ല, ഡാഡി മാനേജറാന്ന് പറയുമ്പോഴും എനിക്ക് ഡാഡി മമ്മി തന്നെയാണ്. മനസ്സിലായ? ഞാൻ പണ്ട് 2015 ജനുവരി 31 തന്നെ ഒരു കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇപ്പൊ അടുത്താണ് അതിന്റെ വിധി വന്നത്. നിരപരാധിയാണ്. അന്ന് പുലർച്ചെയാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്, സൗത്ത് സ്റ്റേഷനിൽ. എന്നിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ മുകളിൽ ഇരുത്തി. അപ്പൊ ഞാൻ താഴെ ഡാഡിയിൽ നിന്ന് കരയണേൻ്റെ ഒരു വിഷയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഡാഡിക്ക് അറിയോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യം. ഷെഫീർ സേട്ടിന്റെ അടുത്ത് നിന്നിട്ട് ഡാഡി കരഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വീട്ടില് അന്ന് ആ വിഷയം അവരറിയുന്നത് ചാനൽ വഴിയാണ്. മനസ്സിലായ? ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് അതിന്റെ പിന്നാലെ ജോക്കുട്ടൻ അന്ന് ജോലിക്ക് കയറിയ ദിവസം ബാംഗ്ലൂർ, അവൻ പഠിച്ച ജോലിക്ക് പോവാൻ പോയ ദിവസം അത് പോവാതെ പിന്നീട് കുടുംബത്തോടൊപ്പം നിന്നു. കാരണം ഞാൻ അകത്ത് പോയിരിക്കല്ലേ. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് മമ്മി ഒരുപാട് ഉത്തരങ്ങളും അല്ലെങ്കിൽ തന്നെ ചെറുപ്പം മുതലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നെ കൊണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല. അത് ചെറുപ്പത്തിലെ ചെറിയ ഉപദ്രവങ്ങളൊക്കെ അങ്ങോട്ട് ഉന്തിയിടെ വഴക്കൂടുക എന്നുള്ളതല്ലാതെ ഞാൻ കാരണം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഞാനായിട്ട് ചെയ്യാത്തത്. പക്ഷെ ഞാനായിട്ട് വരുത്തി വെക്കുന്നതാണെന്ന് പറയാം, പക്ഷെ ഞാൻ ചെയ്യാത്തത്. മനസ്സിലായ? അതെന്റെ പെങ്ങന്മാരാണെങ്കിലും എൻ്റെ അനിയത്തി താഴെയുള്ളപ്പോ കല്യാണം കഴിഞ്ഞ് അറിയില്ലേ, ഈ വാർത്ത ചാനലിൽ കണ്ടിട്ട് അവള് ബാക്കിലെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഒരു ഇടയുണ്ട്, അതിന്റെ ഇടയിൽ പോയിട്ട് ഇരുന്നു എന്നാ പറയണം. അപ്പുറത്തൊരു മമ്മി കരച്ചിലും വേളും. അപ്പൊ എനിക്ക് ഈ വിഷയങ്ങളൊക്കെ ഓർമ്മ വരും ഇടയ്ക്ക്. മമ്മി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീണ് തോന്നുന്നു. പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ടാണ്. അന്ന് മമ്മി തീരുമാനം എടുത്തത് ഐസ്ക്രീം കഴിക്കില്ല, ചായ കാപ്പി കുടിക്കില്ല. ഇന്നും അങ്ങനെ തന്നെ. 10 വർഷം ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഐസ്ക്രീമും ചായയും മമ്മിക്ക്. ഞാൻ അന്ന് അതിനുശേഷം തീരുമാനം എടുത്തിരുന്നു, ഒരു ചായ കുടിക്കാന്ന്. മമ്മിക്ക് തന്നെ ഇപ്പോഴും നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഒരു ചായ കുടിക്കാൻ പറഞ്ഞു. എനിക്ക് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.